ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പാലപ്പിള്ളി പിള്ളത്തോട് പരിസരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുക, പ്രധാന സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലപ്പിള്ളി സെന്ററിൽ ധർണ നടത്തി. കേരള പോലീസ് അക്കാദമി റിട്ടയർഡ് ഡിവിഎസ്പി പി പ്രശോഭ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത് അധ്യക്ഷനായിരുന്നു. സമിതി നേതാക്കളായ ഷിഹാബ് കറുമണ്ണിൽ, മുഫീന കാരുകുളം, ഷിഹാബ് പെരുവാൻകുഴിയിൽ, മുഹമ്മദ് കൊമ്പത്തിൽ, സുധീഷ, സതി രവി എന്നിവർ പ്രസംഗിച്ചു. അവിടെ ജോലി ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരുണ്ട്. ആ ബിൽഡിംഗ് ഏത് നിമിഷവും നിലംപൊത്താം. അതിന്റെ സൈഡൊക്കെ മണ്ണിടിഞ്ഞു പോയി. അത് ഭിത്തിയായിട്ട് സംരക്ഷിക്കണം. ഞങ്ങൾ അവിടെ ഒരു ധർണ സംഘടിപ്പിച്ചു. ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച വിഷയമാണ് ആ ധർണ സംഘടിപ്പിച്ചു. അതിന്റെ പരാതികളുമായിട്ട് പഞ്ചായത്തും ബന്ധപ്പെട്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ പ്രിയപ്പെട്ട MLA ഒക്കെ മാറി. ബഹുമാനപ്പെട്ട പലതരത്തിലുള്ള ജനപ്രതിനിധികളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ലത്. ഇനിയും അതുണ്ടാവണം. ഞങ്ങളുടെ ധർണയിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ മറ്റേ കണ്ണടച്ചിരിക്കരുത്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനോട് യോജിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽ മതോ രാഷ്ട്രീയം ഒന്നും നോക്കാണ്ട് ഈ മുദ്രാവാക്യം നാടിന്റെ മുദ്രാവാക്യമാണ്. ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് കിട്ടേണ്ടതാണ് എന്ന രീതിയിൽ ചിന്തിക്കാനും ആ രീതിയിൽ ഈ ആവശ്യം മുന്നിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെ സഹകരണം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു ധർണയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അത്ര നമ്മുടെ കുട്ടികളായാലും വേറെ സ്ഥലത്തുനിന്ന് വരുന്നവരായാലും ഏത് തരത്തിലുള്ള എന്ത് ചെയ്താലും നമുക്ക് കാണണം, നമ്മുടെ നാട്ടുകാർ കാണണം. അത് വേണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇത് നമ്മൾ കുറേ കണ്ട് മാറിയതായതുകൊണ്ട് നമുക്കത് കാണാനോ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാനോ അവിടെ ചെന്ന് അവർ എത്ര ആളുണ്ടാവും, എത്ര ആൾക്കാരുണ്ടാവും, അവരെങ്ങനെയുള്ളവരാണ് എന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ഡാമിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മുടെ നാടിന്റെ ഭംഗി കാണാനായി നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ ഈ ഭാഗത്ത് വരണം. എന്നാലേ നമ്മുടെ നാട്ടിൽ വികസനമുണ്ടാവും. നമ്മുടെ ഇവിടെ കച്ചവടം നടത്തുന്ന സഹോദരങ്ങൾക്ക് അതിനുള്ള ഉപകാരങ്ങളുണ്ടാവും. എന്നിരുന്നാൽ പോലും